നമസ്കാരം സുഹൃത്തുക്കളെ. ഓണസ്റ്റി അക്കാഡമിയുടെ ഇന്ത്യൻ ഭരണഘടനാ പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭരണഘടനാ നിർമ്മാണത്തെക്കുറിച്ചിട്ടാണ്, അതിൻ്റെ നാൾവഴികളെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയാണ് ലോകത്തിലെ തന്നെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രൈം ചാർട്ടർ എന്നറിയപ്പെടുന്നത് 1861 കൗൺസിൽ ആക്റ്റാണ്. ഭരണഘടനാ നിർമ്മാണത്തിന് നിർദ്ദേശിച്ച കമ്മിറ്റി 1928 നെഹ്റു റിപ്പോർട്ടാണ്. അത് നടന്നത് ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭയിൽ 380 അംഗങ്ങൾ ആദ്യമുണ്ടായിരുന്നു. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ആ പ്രദേശങ്ങളിലെ പ്രതിനിധികൾ ഒഴിവായതോടുകൂടി അവസാന അംഗസംഖ്യ 299 നിയമനിർമ്മാണ സഭകളിൽ നിന്ന് 292 പേർ അതിലുണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 പേരുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് 17 അംഗങ്ങളുണ്ടായിരുന്നു. തിരുവിതാംകൂറിൽ നിന്ന് 6, കൊച്ചിയിൽ നിന്ന് 1, മലബാറിൽ നിന്ന് 9, യുണൈറ്റഡ് പ്രൊവിൻസിൻ്റെ പ്രതിനിധിയായി ഡോക്ടർ ജോൺ മത്തായി. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതാണ്, കേരളത്തിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉൾപ്പെട്ട വനിതകൾ ആനി മസ്കറിൻ തിരുവിതാംകൂറിൽ നിന്ന്, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവർ മദ്രാസിൽ നിന്ന്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. തുടരും.